ഹലോ, എല്ലാവരും എന്ത് പറയണോ? സുഖല്ലേ? ഞങ്ങൾ ഇപ്പോൾ ദുബായിലാണ് കേട്ടോ. അപ്പോൾ മോന് 25-ാം തീയതി, ഇത് 24-ാം തീയതി വൈകുന്നേരത്തെ വീഡിയോ ആണ്. 25-ാം തീയതി മോന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ സ്കൂൾ യൂണിഫോംസൊക്കെ എടുക്കാനായിട്ട് പുറത്ത് പോവാണ്. മോന് സ്കൂളിൽ പഠിക്കുന്നത് ഷാർജ സ്കൂളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാർജയിലാണ് അവൻ്റെ ഡ്രസ്സൊക്കെ മെറ്റീരിയൽസൊക്കെ കിട്ടുക. അപ്പോൾ ഞങ്ങൾ ഷാർജയ്ക്ക് പോവുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഷാർജയ്ക്ക് പോകുന്ന വഴിയാണ്. ദുബായിൽ നിന്ന് ഷാർജയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി വ്യത്യാസമായിട്ട് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണി സമയം ആയതുകൊണ്ട് തന്നെ ട്രാഫിക് ഇത്തിരി കുറവായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ ഷാർജ എന്ന് പറഞ്ഞൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഒത്തിരി പോപ്പുലേഷൻ ആൾക്കാർ താമസിക്കുന്നൊരു സ്ഥലമാണ് ഷാർജ. അപ്പോൾ ഷാർജയ്ക്ക് പോകുമ്പോൾ കുറച്ചുകൂടി തിരക്കാവും കുറച്ചുകൂടി കഴിയുമ്പോൾ. കാരണം വെച്ചാൽ ഷാർജയിലാണ് എല്ലാവരും താമസിക്കുന്നത്. ദുബായിൽ വർക്ക് ചെയ്തിട്ട് ഷാർജയിൽ എല്ലാവരും താമസിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഷാർജയിൽ കോസ്റ്റ് കുറവാണ് താമസിക്കാനായിട്ട്. ദുബായിൽ ഇത്തിരി കോസ്റ്റ് കൂടുതലാണ്. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയാനായിട്ട്. ഷാർജയിൽ കുറേ എന്താ പറയുക പഴയ കെട്ടിടങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഗോൾഡ് സൂക്ക്, ഷാർജ ഗോൾഡ് സൂക്കിൻ്റെ അടുത്ത് കൂടെയാണ് പോകുന്നത്. അവിടെ വെൽക്കം ടു ഷാർജ എന്ന് എഴുതിയിട്ടുള്ളൊരു ഇതുണ്ട്. അതായത് കുറച്ച് വിൻ്റർ സീസൺ ആകുമ്പോഴാണ് അതൊക്കെ തെളിഞ്ഞു വരാം. ഞങ്ങൾ പോയി ഡ്രസ്സ് വാങ്ങിച്ചു, ചായ കുടിക്കാനായിട്ടിരുന്നു. ഡ്രസ്സ് വാങ്ങിച്ച സ്ഥലം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാനിരുന്നത്. സ്കൂൾ താളെ തുറക്കുന്നതുകൊണ്ട് തന്നെ ഷോപ്പിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ക്യൂ ആയിരുന്നു, ഒരു കുഞ്ഞു കടയായിരുന്നു. അപ്പോൾ ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ ക്യൂ നിന്നിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് മറ്റുള്ളവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് അവരുടെ ഫേസോ കടയോ ഒന്നും കാണിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. കൂടുതലും ചില സ്ഥലങ്ങൾ ഷോപ്പിംഗ് മാൾസൊക്കെ നമുക്ക് കാണിക്കാം. പക്ഷേ മറ്റുള്ളവരുടെ ഫേസ് അവരുടെ പെർമിഷൻ ഇല്ലാതെ കാണിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരിക കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കാണുന്നത്. ഷാർജ അത്രയും ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കെട്ടിടങ്ങളും ബിൽഡിങ്സൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഷാർജയിൽ കുറേ നല്ല രസമുള്ള സ്ഥലങ്ങൾ സ്പോട്ടുണ്ട്. ദുബായിലും സ്ഥലങ്ങൾ നല്ല ഭംഗിയുള്ളതുണ്ട്. കുറച്ച് മോഡേൺ വേർഷനാണ് ദുബായ് എന്ന് പറയുന്നത്. ഷാർജ ഇത്തിരി പഴയ രീതിയിലുള്ള ബിൽഡിങ്സും അതുപോലെ തന്നെ ഡെക്കറേഷൻസൊക്കെ ഇത്തിരി രാജകീയമായിട്ടുള്ള തരത്തിലുള്ളതാണ് ഷാർജയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ മക്ഡൊണാൾഡ്സിൻ്റെ ഒരു പിക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ കഴിക്കാനായിട്ട് 2 ബർഗർ വാങ്ങിച്ച് നമ്മൾ കഴിക്കാനായിട്ട് എടുത്തു. പിന്നെ നൈറ്റ് ഭക്ഷണമൊന്നുമില്ല, ഇങ്ങനെ പോയി കഴിച്ചത് തന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാമെന്നുള്ള ഇതിലായിരുന്നു. അപ്പോൾ മോന് ഒരു പാൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓൾട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ പോയി ഓൾട്രേഷന് കൊടുത്തു. തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കൂട്ട് വരാം കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലം ദുബായ് ഷാർജ ബോർഡർ സ്ഥലത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഷാർജയ്ക്ക് പോയിട്ട് വരാനായിട്ട് സാധിക്കും. പിന്നെ ട്രാഫിക് അനുസരിച്ച് വേണം നമ്മൾ പോയി വരുന്നതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ച് വീട്ടിൽ കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് നടന്നു വരികയാണ്. മോനാണിത് ഷൂട്ട് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ട്. ഇവിടെ നമ്മൾ പുറത്ത് പോവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലം കാണുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ്സ് നിങ്ങൾ രേഖപ്പെടുത്താം. അപ്പോൾ സീ യു സൂൺ. നമുക്ക് വേഗം അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.